ലോകത്ത് എമ്പാടും ഇപ്പോൾ യുദ്ധസമയമാണ്, യുദ്ധ സാഹചര്യമാണ്. സംഘർഷം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇറാനെതിരെ പടയൊരുക്കവുമായി അമേരിക്ക, റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു വഴിക്ക് തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതിനിടയിൽ തൈവാൻ പിടിക്കാനുള്ള ചൈനയുടെ നീക്കം, ഇസ്രയേൽ ഗസ സംഘർഷം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്ന് വേണ്ട ലോകത്തിന്റെ സകലമായ ഇടങ്ങളും സംഘർഷത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത് വിനാശകരമായ ആയുധങ്ങൾ വിന്യസിച്ചുകൊണ്ടും വാരിക്കുട്ടിക്കൊണ്ടും ഒരു രാജ്യം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ട്രംപിന് പോലും തൊടാൻ ഭയമായ ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ പേര് ഉത്തര കൊറിയ. അതിന്റെ ഭരണാധികാരിയുടെ പേര് കിം ജോങ് ഉൻ. കഴിഞ്ഞ ദിവസം കിം ജോങ് ഉൻ പറഞ്ഞത് AI സംവിധാനത്തോടു കൂടി ഞങ്ങൾ ആണവ മിസൈലുകൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ സജ്ജമാണ് എന്ന് പറയുന്നു. ആർക്കാണ് മുന്നറിയിപ്പ് കൊടുത്തത് എന്നറിയില്ല. ഏതായാലും 50 ആണവ ഹ്രസ്വദൂര മിസൈൽ വിക്ഷേപണി വാഹനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ആയുധങ്ങൾ ഞങ്ങൾ ഇപ്പോൾ വിന്യസിക്കുമെന്ന് പറയുന്നു. നിലവിൽ ദക്ഷിണ കൊറിയയാണ് ഉത്തര കൊറിയയുടെ പ്രധാന ശത്രു. എങ്കിൽ പോലും ചൈനയ്ക്ക് തുറന്ന പിന്തുണ നൽകുന്ന ഉത്തര കൊറിയ തായ്വാൻ ചൈന സംഘർഷത്തിൽ ചൈനയാണ് പിന്തുണയ്ക്കുന്നത്. ഒപ്പം ജപ്പാന് ഒരു ശത്രുപക്ഷത്ത് കാണുകയും ചെയ്യുന്നു. നിലവിൽ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് തന്നെ ഒരു ഭീഷണിയാണ്. കാരണം അമേരിക്കയുടെ സാമന്തന്മാരാണ് ദക്ഷിണ കൊറിയയും ജപ്പാനും ഒക്കെ. അവിടെയാണ് ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ. ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണെന്നോ, എത്ര ദൂരമുണ്ടെന്നോ, അതിന്റെ റേഞ്ച് പരിധി എന്തുണ്ടെന്നോ ആർക്കും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ലോങ് റേഞ്ച് മിസൈലുകൾ ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയം കാണുന്ന അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കും കിം ജോങ് ഉന്നിനെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പോകുന്ന ഒരു ഭരണാധികാരിയും ഒരു രാജ്യം, ആ രാജ്യത്തെ ട്രംപിന് തൊടാൻ കഴിയുന്നില്ല. മഡൂറോയെ തടവിലാക്കിയതുപോലെ, ഇറാനെതിരെ പോർവിളി നടത്തുന്ന പോലെ ഒരിക്കലും വളരെ ഈസിയായി ഉത്തര കൊറിയ ആക്രമിക്കാൻ കഴിയില്ല എന്ന് ട്രംപിന് നന്നായി അറിയാം. കാരണം ഭൂമിശാസ്ത്രപരമായ അതിന്റെ കിടപ്പും അതിനെ തൊട്ടാൽ പൊട്ടുന്നത് അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളായ, ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു വലങ്കൈയായ ജപ്പാനും പിന്നീട് ദക്ഷിണ കൊറിയയും അടക്കമായിരിക്കും. ഇവിടേക്ക് അങ്ങനെയൊന്നും സംഭവിച്ചാൽ ചൈനയ്ക്ക് പണി എളുപ്പമാവുകയും തായ്വാൻ മലേഷ്യയും അടക്കം അവരുടെ മംഗോളിയൻ സ്വപ്നങ്ങൾ അത് പൂവണിയിക്കാനും ഇടവരുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കിം ജോങ് ഉൻ ഇടയ്ക്കിടയ്ക്ക് ആണവ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും മിസൈലുകൾ വിന്യസിക്കുമ്പോഴും ഒക്കെ ട്രംപ് കമാന്നൊരു അക്ഷരം മിണ്ടില്ല. താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഉത്തര കൊറിയയുടെ കാര്യത്തിൽ ട്രംപ് ഇതുവരെ ഒരു നിലപാട് പറഞ്ഞില്ല. വീരശൂര പരാക്രമിയാണ്. നൈജീരിയയിൽ ബോംബിട്ടിട്ടുണ്ട്, മറ്റു പല യുദ്ധങ്ങൾ നിർത്തിയിട്ടുണ്ട്, പല ഡാവുകളും പുള്ളി അടിച്ചാലും ഉത്തര കൊറിയയെക്കുറിച്ച് ഇന്ന് വരെ കമ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു എന്നുള്ളത് ട്രംപ് ആരാധകരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.